1 year വാറണ്ടി ഉണ്ട്, 3 free സർവീസും വരുന്നുണ്ട്. 3 ഫ്രീ സർവീസും വരുന്നുണ്ട്. വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അറ്റകുറ്റപ്പണി അതുപോലെ തന്നെ സർവീസും കാര്യങ്ങളൊക്കെ ആയിട്ട് പൈസ ചെലവാക്കേണ്ട ആവശ്യമില്ല. കേരളത്തിലെ ഏറ്റവും വലിയ വാണിജ്യ തലസ്ഥാനമായിട്ടുള്ള എറണാകുളം ജില്ലയിൽ ഒരുപാട് യൂസ്ഡ് കാർ ഷോറൂമുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു യൂസ്ഡ് കാർ എടുക്കാൻ നിൽക്കുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരു യൂസ്ഡ് കാർ ഷോറൂം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം മറ്റൊന്നല്ല, കാരണം ഇത്രയധികം ഷോറൂമുകൾ ഉള്ളതിൽ നല്ലത് ഏതാ ചീത്ത ഏതാന്ന് കണ്ടുപിടിക്കുക പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുറച്ച് ബുദ്ധിമുട്ടല്ല, നമ്മളിപ്പോൾ ഒരു ഷോറൂമിൽ പോയി പിന്നീട് നമ്മൾ അടുത്ത ഷോറൂമിൽ പോയി അങ്ങനെ നമ്മൾ ഓരോ ഷോറൂമിലേക്ക് പോകുന്തോറും നമ്മുടെ കയ്യിലുള്ള, അതായത് വാഹനം എടുക്കാൻ വെച്ചിട്ടുള്ള ബഡ്ജറ്റിൽ നിന്ന് നമ്മുടെ എമൗണ്ട് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സംശയം കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് ആളുകളുണ്ടാവും, ഏത് ഷോറൂമിലേക്ക് പോകണം, എവിടെയാണ് നല്ല കാറുകൾ കിട്ടുക എന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു കിടിലൻ ഷോറൂം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകൾക്ക് സ്ഥിരം പരിചയമുള്ളൊരു ഷോറൂമാണ്. എല്ലാ മാസവും ഇവിടെ നമ്മൾ വീഡിയോസ് ചെയ്യാറുണ്ട്. പക്ഷേ പുതിയതായിട്ട് ചാനലിലേക്ക് കയറി വരുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ എത്തിക്കുന്നത്. നിങ്ങൾ നല്ലൊരു യൂസ്ഡ് കാർ അന്വേഷിച്ച് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വരാൻ പറ്റുന്ന ഒരു ഷോറൂമാണ് നമ്മുടെ എറണാകുളം ജില്ലയിലെ കാക്കനാടുള്ള പോപ്പുലർ വെഹിക്കിൾസിൻ്റെ ട്രൂ വാല്യൂ ഷോറൂമിൽ. നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്ന ആളുകൾക്ക് ഷോറൂമിനെ പറ്റിയിട്ട് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും കൂടുതൽ പറയുന്നത് പുതിയതായിട്ട് കയറി വരുന്ന ആളുകളുണ്ടാവും ചാനലിലേക്ക്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കാണ് വീണ്ടും വീണ്ടും പറയണത്, ഇവിടെ നിന്ന് വാഹനങ്ങൾ എടുക്കുമ്പോൾ ഏത് വാഹനം എടുക്കുമ്പോഴും നമുക്ക് പരിപൂർണ്ണ വിശ്വാസത്തോടു കൂടി എടുക്കാം. കാരണം ഇത് വലിയൊരു ഗ്രൂപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഷോറൂമാണ്. ഈ ഷോറൂമിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കാക്കനാടാണ്, നിയർ ഇൻഫോ പാർക്ക്. അതുകൊണ്ട് തന്നെ ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്, സ്പെഷ്യൽ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് തൊട്ടടുത്താണ് പോയിട്ട് നിങ്ങളുടെ ഓഫേഴ്സ് എന്താണ്, നിങ്ങൾക്ക് തരുന്ന ഡിസ്കൗണ്ട് എന്താണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിച്ചാൽ അത്രയും നല്ലത്. അപ്പോൾ ഈ മാസത്തെ, അതായത് മെയ് മാസത്തെ പുതിയ സ്റ്റോക്ക്, കാക്കനാട് പോപ്പുലർ ട്രൂ വാല്യൂ ഷോറൂമിലത്തെ പുതിയ സ്റ്റോക്കൊക്കെ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. പരിചയപ്പെടുത്തി തരുന്ന ഇവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഡൊണാൾഡ്. സാധാരണക്കാരൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനങ്ങളിൽ ഒന്നായിട്ടുള്ള എക്സ്പ്രസോ. ഇതിന് ഡീറ്റെയിൽസ് അതിന് തന്നെ ഇത് വരുമ്പോൾ 2022 മോഡലാണ്. 22 മോഡൽ എക്സ്പ്രസോ VXi 1 ലിറ്റർ. ഇത് വരുമ്പോൾ സിംഗിൾ യൂസ് ആണ്. 15,000 കിലോമീറ്റർ ആവണേ ഉള്ളൂ. 15,000 കിലോമീറ്റർ ആവണേ ഉള്ളൂ. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഫുൾ കമ്പനി സർവീസ് ആണ്. അതുപോലെ തന്നെ ട്രൂ വാല്യൂ സർട്ടിഫൈഡ് വണ്ടിയാണ്. 1 year വാറണ്ടിയും തരുന്നുണ്ട്, 3 ഫ്രീ സർവീസും തരുന്നുണ്ട്. 3 ഫ്രീ സർവീസും തരുന്നുണ്ട്. ഏതാണ് വേരിയന്റ്? ഏതാണ്? VXi. അതിൽ എന്തൊക്കെ നമുക്ക് ഫീച്ചേഴ്സും കാര്യങ്ങളും വരുമ്പോൾ എക്സ്പ്രസോന്റെ ഒരു ഫുൾ ഓപ്ഷൻ ആയിട്ട് വരും. ഇത് വരുമ്പോൾ ഇനിയിപ്പോൾ AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, 2 എയർ ബാഗ് ABS വരുന്നുണ്ട്, റിയർ പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്, പിന്നെ ഇൻബിൽഡ് സ്റ്റീരിയോ, ഫ്രണ്ട് 2 പവർ വിൻഡോയും സെൻട്രൽ ലോക്കാണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഈ വാഹനത്തിലുണ്ട്. നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റിയ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റിയിലെ സീറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, കണ്ടീഷൻ ടയേഴ്സ് ഉണ്ട്. വേറെ തട്ടമുട്ടോ റീപ്ലേസ് ഒന്നുമില്ല. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് വരുമ്പോൾ 4,30,000 രൂപ. പിന്നെ അഡീഷണൽ ഡോക്യുമെന്റ് ചാർജ് വരുന്നുണ്ടാവും. അത് നമുക്ക് നോക്കിയിട്ട് ആ സമയത്ത് ചെയ്യാം. ചെറിയ രീതിയിൽ അങ്ങോട്ട് മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കച്ചവടം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയ രീതിയിൽ കുറച്ചും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ നിങ്ങൾ ഷോറൂമിലേക്ക് വരിക. പഴയ വാഹനമാണെങ്കിലും പുതിയ വാഹനമാണെങ്കിലും അന്നും ഇന്നും എന്നും ഡിമാൻഡ് കുറയാത്തൊരു വാഹനമാണ് മാരുതി സ്വിഫ്റ്റിലെ. അതും ഓൾഡ് ബേസിലുള്ള ഈ ഒരു വാഹനം. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് 2017 മോഡൽ സ്വിഫ്റ്റ് VXi പെട്രോൾ വാഹനമാണ്. അതുപോലെ തന്നെ സെക്കൻഡ് യൂസർ 47,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ഇത് 47,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഫുൾ കമ്പനി സർവീസാണ്. എല്ലാം കമ്പനി സർവീസ് ആണല്ലേ? വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം പക്കയാണ്. ഈ VXi എന്ന് പറയുന്ന വേരിയന്റിൽ അന്നത്തെ കാലത്ത് വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? നമുക്ക് ഇതിൽ 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, സെൻട്രൽ ലോക്ക്, പിന്നെ ഫോഗ് ലാംപ്സ്. പിന്നെ അഡീഷണൽ ആയിട്ട് ഈ വണ്ടിയിൽ അലോയ്സും ചെയ്തിട്ടുണ്ട്. അലോയ്സും കാര്യങ്ങളൊക്കെ കസ്റ്റമർ മുന്നേ ചെയ്തിട്ടുണ്ടല്ലേ? പിന്നെ നല്ല ക്വാളിറ്റിയിലെ സീറ്റും കാര്യങ്ങളുണ്ട്. എല്ലാ പേപ്പറും കാര്യങ്ങളും ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് വിത്ത് 1 year വാറണ്ടി തന്നെ 490 ആണ് പ്രൈസ് തന്നെ. 4,90,000 രൂപ. ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാം. നമുക്ക് മാക്സിമം ഒരു 90% ചെയ്ത് കൊടുക്കാം. 90% വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അല്ലേ? ഇത് 2019 മോഡൽ വെന്യൂ ഫുൾ ഓപ്ഷൻ ആണ് വണ്ടി. 1 ലിറ്റർ ടെർബോ DCT ആണ്, ഓട്ടോമാറ്റിക് വണ്ടിയും കൂടിയാണ്. ടർബോ പറയുമ്പോൾ കുറച്ച് പവറും കാര്യങ്ങളും പവർ ഉണ്ടാവും. പിന്നെ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ മൈലേജും ഉണ്ടാവും. ഇത് ഓണർഷിപ്പ് എത്ര എന്ന് പറഞ്ഞാൽ? ഇത് വരുമ്പോൾ സിംഗിൾ യൂസ് ആണ് വണ്ടി. കിലോമീറ്റർ 33,000 കിലോമീറ്റർ ആ റേഞ്ച് ഓടിയിട്ടുള്ളൂ. ഈ 33,000 കിലോമീറ്റർ എന്ന് പറയുന്നത് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണോ? ഫുൾ കമ്പനി സർവീസ്. കമ്പനി സർവീസ് ആണ്, വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ടാവും. അതായത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സൺറൂഫ് ഉണ്ടാവില്ലേ? സൺറൂഫ് ഉണ്ട്. അതുപോലെ തന്നെ മൊബൈൽ ചാർജിങ്, അതായത് വയർലെസ് ചാർജിങ് എല്ലാം തന്നെ ഫീച്ചറും കൂടിയുള്ള വണ്ടിയാണ്. എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതായത് പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, സൺറൂഫ്, അലോയ് വീല്, നല്ല കണ്ടീഷൻ ടയേഴ്സ്, ഫോഗ് ലാംപ്സ്, പിന്നെ ഒരു സിംഗിൾ സ്ക്രാച്ച് കൂടി ഈ ഒരു വാഹനത്തിനില്ല. പിന്നെ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്, ഈ വാഹനത്തിന് വാറണ്ടി ഉണ്ടോ? 1 year വാറണ്ടി. 1 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതാണ് നമുക്ക് പരിപൂർണ്ണ വിശ്വാസമായിട്ട് പുതിയ വാഹനം എടുക്കുമ്പോൾ എന്താ വാറണ്ടി കിട്ടുന്നതുകൊണ്ട് നമുക്ക് പരിപൂർണ്ണ വിശ്വാസത്തിൽ എടുക്കാം. അതേപോലെ തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു യൂസ്ഡ് വെഹിക്കിൾ ആണല്ലേ? അപ്പോൾ ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് വരുമ്പോൾ 9 lakhs ആണ് പ്രൈസിങ് വരുന്നത്. 9 ലക്ഷം നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് വരുന്നുണ്ട്. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? 90% ചെയ്യാം. 90% നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ തന്നെ 1 year വാറണ്ടി ഉണ്ട്. ഇൻഷുറൻസ് കാണാനല്ലേ നിങ്ങൾ ക്ലിയർ ചെയ്തില്ലേ? എല്ലാം പക്കയാണ്. ഡൊണാൾഡിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? ഇത് വരുമ്പോൾ 2019 മോഡൽ ക്രെറ്റ SX ഓപ്ഷനിലാണ്. ഫുൾ ഓപ്ഷൻ എന്ന് പറയാം. ഫുൾ ഓപ്ഷൻ. പിന്നെ അതുപോലെ തന്നെ സിംഗിൾ യൂസ് ആണ്. 26,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. പെട്രോൾ വാഹനം.
26,000 കിലോമീറ്റർ പെട്രോൾ, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇഷ്ടമുള്ള വണ്ടിയാണ്. എല്ലാ കാര്യങ്ങളും ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ്. ഈ SX ഓപ്ഷൻ എന്ന് പറയുമ്പോൾ അതായത് ക്രെറ്റയിൽ ഫുൾ ഓപ്ഷൻ വണ്ടി, ടോപ്പ് ആൻഡ് വേരിയന്റ്. സൺറൂഫ് വരുന്നുണ്ട്, കീലെസ് എൻട്രി ആണ്, അലോയ് വീൽസ് വരുന്നുണ്ട്, പ്രൊജക്ടർ ലാമ്പ്, പിന്നെ വയർലെസ് ചാർജിങ് ഉൾപ്പെടെ വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. ഇനി നമ്മൾ അഡീഷണൽ ആയിട്ട് ഒന്നും ഈ വാഹനത്തിന് ചെയ്യേണ്ടി വരില്ല, കാരണം ഫുൾ ഓപ്ഷനിൽ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുള്ള വാഹനമാണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയറാണ്. എല്ലാം ക്ലിയർ ആണ്. വേറെ ആക്സിഡന്റോ ഹിസ്റ്ററി ഒന്നുമില്ല. ഫുൾ നമുക്ക് സർവീസ് ഫ്രീ ഉള്ള വണ്ടിയാണ്. നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തിട്ടാണ് വണ്ടി പർച്ചേസ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഇതിന് വാറന്റിയും കാര്യങ്ങളുണ്ട്. വാറന്റി ഉണ്ട്. എത്ര വർഷത്തേക്ക്? ഇതിന് 1 ഇയർ അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ നമ്മൾ വാറന്റി കൊടുക്കുന്നത്. വാറന്റി കൊടുക്കുന്നുണ്ട്. അതാണ് പറയുന്നത്, പുതിയ വാഹനം എടുക്കുമ്പോൾ കിട്ടുന്ന അതേ ഫീലോട് കൂടിയിട്ട് ഒരു യൂസർ സ്വന്തമാക്കുക. നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വാഹനമാണ്. ഇനി അറിയേണ്ടത് ഈ വാഹനത്തിന്റെ പ്രൈസ് ആണ്. ഇതിന്റെ പ്രൈസ് വന്നത് 10,30 ആണ്. 10,30,000 രൂപ ചോദിക്കുന്ന പ്രൈസ് അല്ലേ? ചെറിയ മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല? ഇതിന് വ്യത്യാസം വരാം, നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പൊ കച്ചവടവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ മാറ്റം ഉണ്ടാവും. ഇത് വരുമ്പോൾ 2016 എക്കോസ്പോർട്ട് ടൈറ്റാനിയം ഡീസലാണ്. ഡീസലാണ്. സിംഗിൾ യൂസ് 2016 വണ്ടിയാണെങ്കിലും കിലോമീറ്റർ വെറും 35,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കമ്പനി സർവീസ് 35,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. 35,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള കമ്പനി സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വാഹനമാണ്. ഈ ടൈറ്റാനിയം എന്ന് പറയുന്ന വേരിയന്റ് ഫുൾ ഓപ്ഷൻ ആണോ? അതെ, ഫുൾ ഓപ്ഷനിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഫീച്ചേഴ്സ് എന്താണ്? ഇത് മെയിൻ ആയിട്ട് പറഞ്ഞ സേഫ്റ്റിയാണ്. നമുക്കിതിൽ 6 എയർ ബാഗ് വരുന്നൊരു മോഡൽ കൂടിയാണ്. 6 എയർ ബാഗ് ഈ വാഹനത്തിനുണ്ട്. പിന്നെ അഡീഷണൽ വേറെ എന്തൊക്കെയാണുള്ളത്? പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്, കീലെസ് എൻട്രി ആണ്, അലോയ് വീൽസും വരുന്നുണ്ട്. അലോയ് വീൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റാണ്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയർസ്, ഏകദേശം ഒരു 80% ടയർസും കാര്യങ്ങളുണ്ട്. ഇൻഷുറൻസും കാര്യങ്ങളെല്ലാം പക്കയല്ലേ? എല്ലാം നീറ്റാണ്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് വരുമ്പോൾ 6,80,000 രൂപ. 6,80,000 നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ്. ചെറിയ ഇതിന് മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഇൻഷുറൻസ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പർ എല്ലാം ക്ലിയർ ആണ്. 2022 മോഡൽ VX ആണ്. ഓണർഷിപ്പ് എത്ര വരുന്നത്? ഇത് വരുമ്പോൾ സെക്കൻഡ് യൂസ് ആണ്. 44,000 കിലോമീറ്റർ ആയ വണ്ടിയാണ്. 44,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് 4 സിലിണ്ടർ വെഹിക്കിൾ ആണ്. ഈ VX-ൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരിക? ഇത് വരുമ്പോൾ AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, 2 എയർ ബാഗ്, ABS, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ സ്പീക്കേഴ്സും എല്ലാം വരുന്നുണ്ട്. ഇതിന്റെ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം പക്കല്ലേ? എല്ലാം ക്ലിയർ ആണ്. ഈ വാഹനത്തിൽ നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? വരുമ്പോൾ 6,50,000 രൂപ. 6,50,000 ചോദിക്കുന്ന പ്രൈസ്. നമുക്കൊരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് എന്ന വണ്ടി ഇറക്കാൻ പറ്റുമോ? അതെ, മാക്സിമം ഫണ്ടിങ് ചെയ്യാൻ പറ്റും. ഇതിന് 1 ഇയർ വാറന്റി, 3 ഫ്രീ സർവീസ്. ഇവിടെ തന്നെ വരണമെന്നുണ്ടല്ലോ? ഇല്ല, നമുക്ക് മാരുതിയുടെ ഓതറൈസ്ഡ് സർവീസ് സെന്റർ ആയാൽ മതി. നമുക്ക് ഓൾ ഇന്ത്യ എവിടെ വേണമെങ്കിലും കിട്ടും. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് വരുമ്പോൾ 2020 മോഡൽ 5 സീറ്റർ AC ആണ്. ഫസ്റ്റ് ഓണർ 48,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. വെറും 48,000 കിലോമീറ്റർ. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പക്കയല്ലേ? ഫുള്ള് ക്ലിയർ ആണ്. ഈ 5 സീറ്റർ AC-യിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ടാവും? AC, പിന്നെ എയർ ബാഗ്, ABS, പിന്നെ റിയർ പാർക്കിംഗ് സെൻസറും വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ടല്ലേ? ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് വരുമ്പോൾ 4,40,000. 4,40,000 രൂപ. ഇവർ ചോദിക്കുന്ന പ്രൈസ് ഫിക്സഡ് ആയിരിക്കില്ല. ചെറിയ ഇതിൽ മാറ്റം കാര്യങ്ങളൊക്കെ കച്ചവടമാകുമ്പോൾ ഉണ്ടാവും. പിന്നെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഇതിന് നമുക്കൊരു 85% ഫണ്ടിങ് ചെയ്യാൻ പറ്റും. പിന്നെ അതിന് നിങ്ങളുടെ മെയിൻ ഹൈലൈറ്റ് വാറന്റി സർവീസ്, ഫ്രീ സർവീസും തരുന്നുണ്ട്. ഇതിന് വരുമ്പോൾ 6 മാസത്തെ മാരുതി വാറന്റി ഉണ്ട്, 3 ഫ്രീ സർവീസ് ഉണ്ട്. ഇനി എന്താണ് ഇനി വേറെ വേണ്ടത്? കാരണം പരിപൂർണ്ണ വിശ്വാസമായിട്ട് ഈക്കോ വാങ്ങാം. ഈക്കോ വാങ്ങുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. പക്ഷേ ഈ പറയുന്ന 6 മാസത്തെ വാറന്റി, 3 ഫ്രീ സർവീസ് കൊടുക്കുമ്പോൾ നമ്മൾ ഇനി മെക്കാനിക്കിനെ കൊണ്ടൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും പക്കയായിരിക്കും. കേരളത്തിലെ വണ്ടിപ്രാന്തന്മാർ അങ്ങോളം ഇങ്ങോളം തിരഞ്ഞെടുക്കുന്ന ഒരു വാഹനമാണ് മാരുതിയുടെ റിറ്റ്സ് എന്ന വാഹനം. ഇപ്പോൾ എവിടെയും കിട്ടാനില്ല. ഒരൊറ്റ പീസ് മാത്രം നമ്മുടെ കാക്കനാട് പോപ്പുലർ ട്രൂവൽ ഷോറൂമിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. ഡീറ്റെയിൽസ് എങ്ങനെയുണ്ട്? ഇത് വരുമ്പോൾ 2013 മോഡൽ റിറ്റ്സ് VX ആണ്. മിഡിൽ വേരിയന്റ് പെട്രോൾ എഞ്ചിനിലെ. ഓണർഷിപ്പ് എത്ര വരുന്നത്? സെക്കൻഡ് യൂസർ ആണ്. 72,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 72,000 കിലോമീറ്റർ രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന വാഹനം. ഈ VX-ൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉണ്ടാവും? വരുമ്പോൾ AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ട്. സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും അല്ലേ? നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ്, അതുപോലെ തന്നെ കണ്ടീഷൻ ടയർസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോഗ് ലാംപ്സ്, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് വരുമ്പോൾ 2,80,000 രൂപ. 2,80,000 ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് ലോണും കാര്യങ്ങളും ചെയ്യാൻ പറ്റും? നമുക്കൊരു 2 കൊല്ലത്തേക്ക് ലോൺ ചെയ്യാൻ പറ്റും. 2 കൊല്ലത്തേക്ക് ലോൺ ചെയ്യാം അല്ലേ? ഇത് വരുമ്പോൾ 2007 മോഡൽ Estilo LXi ആണ്. Estilo LXi അല്ലേ? ഓണർഷിപ്പോ? ഇത് വരുമ്പോൾ ഫസ്റ്റ് ഓണർ ആണ്. 48,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓണർ 48,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന കിലോമീറ്ററും കാര്യങ്ങളും നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. പിന്നെ Estilo LXi-ൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉണ്ടാവും? വരുമ്പോൾ AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 പവർ വിൻഡോ വരുന്നുണ്ട്. പവർ വിൻഡോ കാര്യങ്ങൾ വരുന്നുണ്ട്. സീറ്റും കാര്യങ്ങളൊക്കെ ക്വാളിറ്റി സീറ്റാണ്. പിന്നെ ടയറും കാര്യങ്ങളും കണ്ടീഷൻ ടയർസ്. ഇനി അറിയേണ്ടത്, നമ്മൾ ലോ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു, ഇതിന്റെ പ്രൈസ് എത്രയാണ്? ഇത് വരുമ്പോൾ 1,20,000 പ്രൈസ്. 1,20,000 രൂപയാണ് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് അല്ലേ? ഇതിൽ നമുക്ക് നെഗോഷ്യബിൾ ആണ്. ചെറിയ ഇതിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും. ഡൊണാൾഡേ, ഈ ഒരു വാഗനർ കാറുകളുടെ പ്രത്യേകത എന്താ? ഇത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഫാമിലി കസ്റ്റമേഴ്സ് ചോദിച്ചു വരുന്ന ഒരു മോഡലാണ് വാഗനർ അല്ലേ? പ്രത്യേകിച്ച് പഴയ മോഡൽ. അതെ, ഈ ഒരു ഷേപ്പ്. ഇതൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഹൈറ്റുള്ള ആൾക്കാർക്കും കയറി ട്രാവൽ ചെയ്യാൻ നല്ലൊരു ഓപ്ഷൻ കൂടിയാണ്. നല്ല കംഫർട്ടായിട്ട് യാത്ര ചെയ്യാം. അതാണ് വാഗനറിന്റെ പ്രത്യേകത അല്ലേ?
അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ ഇത് വരുമ്പോൾ 2016 മോഡലാണ് വാഗണർ LXi. സിംഗിൾ യൂസ് ആണ്. കിലോമീറ്റർ ആകെ 35,000 കിലോമീറ്റർ ആകെ ഓടിച്ചു. വെറും 35,000 കിലോമീറ്ററോ? അതെ. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. എല്ലാം ക്ലിയർ ആണ്. ഇതിലെന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉണ്ടാവുക? ഇത് വരുമ്പോൾ AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, പിന്നെ ഫ്രണ്ട് 2 പവർ വിൻഡോയും വരുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് ചെയ്തേക്കുന്നത് കമ്പനിയിൽ നിന്ന് ചെയ്തേക്കുന്ന അലോയ് വീൽസ് ആണ്. കമ്പനി അലോയ് വീൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? ടയറും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 80% ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് വരുമ്പോൾ 3,60,000. 3,60,000 രൂപ ചോദിക്കുന്നില്ലേ? നമുക്കിത് ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാം. ഒരു 60 തന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. ഓക്കെ. ഇത് 2015 മോഡൽ സ്വിഫ്റ്റ് VXi. ഫസ്റ്റ് ഓണർ ആണ്. കിലോമീറ്റർ 1,11 ഓടിയ വണ്ടിയാണ്. 1,11 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. പെട്രോൾ എഞ്ചിനാണ്. ഈ VXi എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ടാവുക? ഇത് വരുമ്പോൾ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, ഫോഗ് ലാംപ്സ്, ഇൻബിൽഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്, പിന്നെ അഡീഷണൽ ആയിട്ട് സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. അതുപോലെ തന്നെ ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ്, പിന്നെ ഫോഗ് ലാംപ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം ഫീച്ചേഴ്സും ഉണ്ട് അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ. ഈ ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് പറ. ഇത് വരുമ്പോൾ 3,65,000 രൂപ. 3,65,000 അല്ലേ? ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാം. ഇത് ഫോക്സ്വാഗന്റെ പോളോ. ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? ഇത് പോളോ ട്രെൻഡ് ലൈൻ ആണ്. 2012 മോഡൽ, 3rd ഓൺഷിപ്പ്, 80,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ വെഹിക്കിൾ ആണ്. പെട്രോൾ വെഹിക്കിൾ ആണല്ലേ? ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും? AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, ഫ്രണ്ട് 2 പവർ വിൻഡോയും വരുന്നുണ്ട്. ട്രെൻഡ് ലൈൻ ആണല്ലേ വേരിയന്റ്? കണ്ടീഷൻ ടയേഴ്സ്, കണ്ടീഷൻ അല്ല, എനിക്ക് തോന്നുന്നു പുതിയ ടയേഴ്സ് ആണ് വാഹനത്തിന്. അറൗണ്ട് ഒരു 80% ടയേഴ്സ് ഉണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. ഇനിയാണ് നിങ്ങൾ ഞെട്ടാൻ പോകുന്നത്. ഈ വാഹനത്തിന്റെ പ്രൈസ് എത്ര? ഇത് വരുമ്പോൾ 2,35,000. 2,35,000 രൂപ. 2,35,000 രൂപയ്ക്ക് ഒരു ഓൾട്ടോ കാർ പോലും കിട്ടാത്ത സാഹചര്യത്തിലാണ് വാഹനപ്രേമികളുടെ ഏറ്റവും പ്രിയപ്പെട്ടായിട്ടുള്ള ഫോക്സ്വാഗന്റെ പോളോ കൊടുക്കുന്നത്. ഇത് വരുമ്പോൾ 2022 മോഡൽ വാഗണർ VXi 1 ലിറ്റർ എഞ്ചിനാണ്. 1000 cc. അതെ. ഇത് ഓണർഷിപ്പ് എത്ര? ഇത് വരുമ്പോൾ സിംഗിൾ യൂസ് ആണ്. കിലോമീറ്റർ 18,500 റേഞ്ച് ആകെ ഓടിയിട്ടുള്ളൂ. വെറും 18,500 കിലോമീറ്ററോ? ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ക്ലിയർ. എല്ലാം ക്ലിയർ ആണ്. ഇതിൽ പുതിയ മോഡലോട്ട് വരുമ്പോൾ ഈ VXi എന്ന് പറയുന്ന വേരിയന്റിൽ എന്താ ഫീച്ചേഴ്സ്? ഇതിലിപ്പോൾ ഈ വണ്ടിയിലുള്ളത് AC പവർ സ്റ്റിയറിംഗ്, 2 എയർ ബാഗ് ABS വരുന്നുണ്ട്, പിന്നെ റിയർ പാർക്കിംഗ് ക്യാമറയും ആഡ് ചെയ്തിട്ടുണ്ട്, സെൻസറും ഉണ്ട്. സെൻസർ ഉണ്ട്, ക്യാമറ കസ്റ്റമർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതെ, ആൻഡ്രോയിഡ് സ്റ്റീരിയോ വണ്ടിക്ക് അത് ഓൾറെഡി അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കണ്ടീഷൻ ടയേഴ്സ്, പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസോ? ഇത് വരുമ്പോൾ 5,60,000. 5,60,000 നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് അല്ലേ? ഇത് വാറണ്ടി കേട്ടോ. വിത്ത് വാറണ്ടി എത്ര കൊടുക്കുന്നത്? 1 ഇയർ വാറണ്ടി ഉണ്ട്, 3 ഫ്രീ സർവീസും വരുന്നുണ്ട്. 3 ഫ്രീ സർവീസും വരുന്നുണ്ട്. വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അറ്റകുറ്റപ്പണി അതുപോലെ തന്നെ സർവീസും കാര്യങ്ങളൊക്കെ ആയിട്ട് പൈസ ചെലവാക്കേണ്ട ആവശ്യമില്ല. ഇത് വരുമ്പോൾ 2015 മോഡൽ വാഗണർ VXi ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് സിംഗിൾ യൂസ് ആണ് വണ്ടി. കിലോമീറ്റർ 88,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 88,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ എഞ്ചിൻ അല്ലേ? ഇതിൽ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. അതല്ലേ? അപ്പോൾ VXiയിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉണ്ടാവുക? ഇത് വരുമ്പോൾ AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, പിന്നെ ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്, റിയർ വൈപ്പർ, ഡീഫോഗറും വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ 80% ടയേഴ്സും ഉണ്ട്. എല്ലാ പേപ്പേഴ്സും ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് വരുമ്പോൾ 3,80,000 പ്രൈസ് തന്നെ. 3,80,000 നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ്. ഇത് വരുമ്പോൾ 2022 മോഡൽ എക്സ്പ്രസോ VXi ഓപ്ഷനാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലേ? ഓണർഷിപ്പ് സിംഗിൾ യൂസ് ആണ്. കിലോമീറ്റർ 36,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇതിപ്പോൾ പെട്രോൾ എഞ്ചിനിൽ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് ഫുൾ ഓപ്ഷൻ എന്തൊക്കെ ഫീച്ചേഴ്സ്? ഇത് വരുമ്പോൾ AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, ഫ്രണ്ട് 2 പവർ വിൻഡോസ്, ഇൻബിൽഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ്, സെൻട്രൽ ലോക്ക്, പിന്നെ നമുക്ക് സേഫ്റ്റി ആയിട്ടുള്ള എയർ ബാഗ്, 2 എയർ ബാഗ് വരുന്നുണ്ട്, റിയർ പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്, ABS-ഉം വരുന്നുണ്ട്. പിന്നെ ഫ്ലോർ മാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടീഷൻ ടയേഴ്സ്, പേപ്പേഴ്സ് എല്ലാം ക്ലിയർ. ഇതിന് വാറണ്ടി ഉണ്ടോ? ഇതിന് നമുക്ക് 1 ഇയർ വാറണ്ടി ഉണ്ട്, 3 ഫ്രീ സർവീസ് ഉണ്ട്. ഇത് വരുമ്പോൾ 4,35,000 രൂപ. 4,35,000 ചോദിക്കുന്ന പ്രൈസ് അല്ലേ? ഇതിൽ നമുക്കൊരു 40-50 റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് മാക്സിമം ഫണ്ടിങ് ചെയ്യാൻ പറ്റും. ഒരു 90% ഫണ്ടിങ് ചെയ്ത് തരാൻ പറ്റില്ല. ഓക്കെ. ഇത് വരുമ്പോൾ 2016 മോഡൽ സെലേറിയോ VXi ഓട്ടോമാറ്റിക് ആണ്. ഓണർഷിപ്പ് എത്ര വരുന്നത്? ഫസ്റ്റ് ഓണർ 44,000 കിലോമീറ്റർ ആവുന്നേ ഉള്ളൂ. 44,000 കിലോമീറ്റർ ആവുന്നേ ഉള്ളൂ. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഫുള്ള് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉണ്ടാവുക? ഇത് വരുമ്പോൾ AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, പിന്നെ സ്റ്റീരിയോ സ്പീക്കർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസോ? ഇത് വരുമ്പോൾ 4,15,000 രൂപ. 4,15,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ബാക്കി നമുക്കൊരു 50,000 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകുന്ന വേണ്ടിയല്ലേ? അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, വാഹനങ്ങളെ വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് ഡൊണാൾഡേ എന്തായാലും താങ്ക്സ്. ഇത്രയും കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നതിന്. അപ്പോൾ നിങ്ങളുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് സ്ക്രീനിൽ. അതിൽ വാട്സപ്പും കാര്യങ്ങളൊക്കെ അല്ലേ?
ഇപ്പോൾ വിളിച്ചാൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗൾഫുകാരൊക്കെ വിളിക്കുമ്പോൾ ഈ ഒരു സമയം പറഞ്ഞ ഓഫീസ് ടൈം കഴിയുമ്പോഴായിരിക്കും വിളിക്കുക. ആ സമയത്ത് വിളിച്ചാൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്യുക വാട്സാപ്പിൽ. അപ്പോൾ എന്തായാലും ഫോട്ടോസ് ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കില്ലേ? ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഷോറിൻ്റെ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് എവിടെ വരുന്നത്? ഇത് വരുന്നത് കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിൽ ഈച്ചമുക്ക് എന്നുള്ള സ്ഥലം, അതായത് നമ്മുടെ സെസ്സിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. സെസ് ഈ ബിൽഡിംഗ് ഇവിടുന്ന് മെയിൻ ആയിട്ട് ഇവിടെ ഈ റോഡ് കൂടെ പോകുമ്പോൾ കാണുമ്പോൾ ഈ സെസ് ബിൽഡിംഗ് ആണ്. അതിന് നേരെ ഓപ്പോസിറ്റ് അല്ലേ, കുറച്ച് താഴ്ചയിലാണ്, എന്നാലും കാണാൻ പറ്റും. കാരണം അത്രയും സ്റ്റോക്കോട് കൂടിയിട്ട് എനിക്ക് തോന്നുന്നു എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റോക്കുള്ള ഒരു ഷോറൂമാണല്ലേ. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക.